മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ്ദാന ചടങ്ങും പുതുതായി വിപണിയിൽ ഇറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും 17-ന് രാമപുരം താമരശ്ശേരിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. മൃഗസംരക്ഷണ ക്ഷീര വികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിക്കും. മിൽമ തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മികച്ച ക്ഷീരസംഘങ്ങൾക്കും ക്ഷീര കർഷകർക്കുമുള്ള അവാർഡ്ദാന ചടങ്ങും പുതിയതായി വിപണിയിലിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രകാശനവും ചൊവ്വാഴ്ച നടക്കും. രാമപുരം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുമെന്ന് മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആനന്ദ് മാതൃക ക്ഷീര കർഷക സംഘങ്ങൾ, മികച്ച ക്ഷീര കർഷകർ, മികച്ച ഗുണനിലവാരമുള്ള പാലളന്ന കർഷകർ, യുവ കർഷകർ, വനിതാ കർഷകർ എന്നിവരെ ആദരിക്കുന്നതിനുള്ള ഒരു വലിയ ചടങ്ങ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് നാളെ രാവിലെ 10:30 മണിക്ക് ഏവൂർ തെക്കുള്ള താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ അധ്യക്ഷതയിൽ ക്ഷീരവികസന വെറ്റിനറി വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ നിർവഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിൽമ എന്ന പ്രസ്ഥാനത്തിൽ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രുചികരമായ പല വിഭവങ്ങളും ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതുതായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഗിഫ്റ്റ് പാക്കറ്റ് പേട, അതുപോലെ കോഫി ഐസ്ക്രീം, പെപ്പർമിന്റ് ഐസ്ക്രീം, ഷുഗർ ഫ്രീ യോഗട്ട് എന്നിവയുടെയും പ്രകാശനം നാളെ നടക്കുന്നുണ്ട്. 24-25 സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ, അതായത് 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ വർഷമാണ് 24-25 സാമ്പത്തിക വർഷം. അതായത് 39.7 കോടി രൂപ ലാഭം മിൽമ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭരണം നിലവിൽ വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ലാഭമാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും, തീർച്ചയായിട്ടും അതിൽ നിന്ന് പ്രവർത്തിക്കുന്ന MD അടക്കം, ഉദ്യോഗസ്ഥരടക്കം, തൊഴിലാളികളടക്കമുള്ളവരുടെ ഒരു വലിയ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ 39.7 കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ കാലഘട്ടത്തിൽ ഞങ്ങളെ സഹായിച്ച, തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന MD ഡോക്ടർ P. മുരളി വലിയൊരു സഹായം മിൽമയ്ക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രിയും വകുപ്പും നിരന്തരമായ സഹായം ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടിയ ലാഭത്തിൽ 35.8 കോടി രൂപ അധിക പാൽവിലയായി ക്ഷീര കർഷകരിൽ നേരിട്ട് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3.6 കോടി രൂപ കാലിത്തീറ്റ സബ്സിഡിയായി കർഷകരിൽ എത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2023 നമ്മൾ 30 കോടി രൂപ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി കർഷകരുടെ വ്യത്യസ്തമായ ക്ഷേമത്തിനായി വിവിധ പ്രവർത്തനങ്ങൾക്കുമായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിക്കും. സംഘങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന്റെ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. 2025-2026 വർഷത്തേക്കുള്ള ക്ഷീരോത്പാദക വർധന പദ്ധതികളുടെ മാർഗരേഖാ പ്രകാശനം മിൽമ ചെയർമാൻ KS മണി നിർവഹിക്കും. റിവോൾവിംഗ് ഫണ്ട് വിതരണം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി നിർവഹിക്കും. പെൺകുട്ടികൾക്കുള്ള സമ്പാദ്യ തുകയുടെ വിതരണം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ നിർവഹിക്കും. സ്വാന്തനം സ്പർശം ധനസഹായ വിതരണം മൃഗസംരക്ഷണ വകുപ്പ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് K. യൂസഫ് നിർവഹിക്കും. ക്ഷീരസുമംഗലി വിവാഹ ധനസഹായ വിതരണം ക്ഷീരവികസന ഡയറക്ടർ ശാലിനി ഗോപിനാഥ് നിർവഹിക്കും. മരണാനന്തര ധനസഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. ഉണ്ണികൃഷ്ണൻ നിർവഹിക്കും. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് വിതരണം ചെയ്യും. WR അജിത് സിംഗ്, K. കൃഷ്ണൻ പോറ്റി, TK വേണുഗോപാൽ, M. കൃഷ്ണൻകുട്ടി, KR മോഹനൻ പിള്ള, വാസുദേവൻ ഉണ്ണി PG, T. ഗോപാലകൃഷ്ണപിള്ള, J. മെഹർ, മുണ്ടപ്പള്ളി തോമസ്, PV ബീന, ആയാപറമ്പ് രാമചന്ദ്രൻ, TK പ്രഫുല്ലചന്ദ്രൻ, മനു ചെല്ലപ്പൻ, M. ജനൂഷ, സിന്ധു മധുകുമാർ, P. സുരേഷ്, PV ലതേഷ് കുമാർ എന്നിവർ സംസാരിക്കും. മാനേജിംഗ് ഡയറക്ടർ CA മുഹമ്മദ് അൻസാരി നന്ദി പറയും. വാർത്താ സമ്മേളനത്തിൽ മണി വിശ്വനാഥിനെ കൂടാതെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KR മോഹനൻ പിള്ള, വാസുദേവൻ ഉണ്ണി PG, ആയാപറമ്പ് രാമചന്ദ്രൻ, TK പ്രഫുല്ലചന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അൻസാരി CA തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ് കായംകുളം.